അപ്പം ഞാൻ രസകരമായൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു ചോദ്യമാണ്, എന്താണ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഒരു ചിന്തയിൽ ഒരു പ്രവചിക്കാൻ മെസ്സി വരുമോ ഇല്ലയോ? ഞാൻ വിചാരിച്ചോ ഇത് ഭയങ്കര തത്വചിന്താപരമായ ചോദ്യങ്ങളൊന്നുമല്ല. ഞാൻ വിചാരിച്ചു അമേരിക്ക ആറ്റം ബോംബ് ഇടുവോ. അപ്പോൾ മെസ്സിജി വരുമോ എന്ന് പറഞ്ഞിട്ടില്ല, ഒരു 9 കൊല്ലം കഴിഞ്ഞല്ലേ ഇത് നമ്മളിതിങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട്. വർഷങ്ങളായി, കുറേ കൊല്ലമല്ല, കുറേ ഒരു 5-6 വർഷങ്ങളായില്ലേ നമ്മളിങ്ങനെ മെസ്സി വരും വരും എന്ന് പറയുന്നത്. നല്ല കാര്യമാണ്. അപ്പോൾ അദ്ദേഹം വരുന്നുള്ള ആദ്യത്തെ ന്യൂസ് വന്നപ്പോൾ അല്ല ഫസ്റ്റ് എനിക്ക് തോന്നിയത്, ഞാനൊരു മെസ്സിയുടെ ആരാധകനൊന്നും അല്ല, എന്നാലും ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതൊരു ആവേശമായിരിക്കും. ഇപ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ. ഇപ്പോൾ എനിക്കിപ്പോൾ നടനെ ഇഷ്ടമാണ്, ആ നടൻ വരുന്ന പറയുമ്പോൾ എനിക്കൊരു ആവേശമുണ്ട്. അല്ലാതെ ഇപ്പോൾ അദ്ദേഹം വന്നു വെച്ചിട്ട് ഇപ്പോൾ കേരളത്തിലെ പട്ടിണി മാറുമെന്നോ അല്ല ഇവിടുത്തെ ദാരിദ്ര്യം മാറുമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അല്ല ഇപ്പോൾ അദ്ദേഹം വന്നു പിറ്റേ ദിവസം മുതൽ ഇവിടെ ഫുട്ബോളൊക്കെ വേറെ ലെവലാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അല്ല അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടിസ്ഥാനമായിട്ടുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ, ഇപ്പോൾ അദ്ദേഹം വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന പൈസയൊക്കെ ഇവിടുത്തെ കുട്ടികൾക്ക്, ഇപ്പോൾ ഓൾറെഡി ഫുട്ബോൾ കളിക്കുന്ന പല കുട്ടികൾക്കും അവർക്ക് വേണ്ട ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ ഇത് വരും, അവർക്ക് അതൊരു പ്രൊഫഷണലാക്കാനോ അല്ലെങ്കിൽ അതിൽ അല്ലേ അവർക്ക് മറ്റുള്ള കോമ്പറ്റീഷനൊക്കെ പോകാനുള്ള സംവിധാനമൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾ പോകും. മറ്റ് കയ്യിൽ പൈസ ഇല്ലാതെ മോനെ അവിടെ ഒരു കോമ്പറ്റീഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മളിത് കയ്യിലും ഒന്നുമില്ല, നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ്. അതാണ് ഞാൻ പറയുക, ബേസിക് ഇൻഫ്രാസ്ട്രക്ചറും അതിന് വേണ്ട കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ട്. എന്നാൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഉയരും, കേരളത്തിൽ ഫുട്ബോളിൻ്റെ സ്റ്റാൻഡേർഡ് വരും. അല്ലാണ്ട് ഒരു മറഡോണാജി വന്നു, നമ്മൾ ബോബി മണ്ണൂർ കൊണ്ടുവന്നിട്ട് അദ്ദേഹം വന്നു വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ അതോടെ അന്നു മുതൽ കേരളത്തിൽ ഫുട്ബോളും ലെവൽ കൂടിയിട്ടോ കുറഞ്ഞിട്ടോ ഇല്ല, അതുകൊണ്ട് കൂടിയിട്ടില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം അദ്ദേഹം വരുന്ന ഒരു ഓളമാക്കുന്നു, നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ ഇതിനൊക്കെ കാണുന്ന ഒരു മനുഷ്യന് ഇദ്ദേഹം കൊണ്ടുവന്ന ആളോട് നമുക്കൊരു സ്നേഹം ഉണ്ടാവും. സാർ ഇനി മെസ്സിയിലേക്ക് വരാം. ഇങ്ങനെയാണ് സാധനം സംഭവിക്കുന്നത്. അപ്പം മെസ്സിജി വരുന്നു എന്നുള്ളത് ഒരു ഫാൻസ് പെർസെപ്ഷന് നല്ല കാര്യമാണ്, സംഭവിച്ചു. പക്ഷേ ഇവിടെ ഇപ്പം എന്താണ് സംഭവിച്ചത്? സർ, ഏതൊരാളെ നമുക്ക് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്? ആദ്യമായിട്ട് ഈ പരിപാടി കാണുന്ന ആളോട് ഞാൻ പറയാണ്, ഒരു നാഷണലോ അല്ലെങ്കിൽ ഇൻ്റർനാഷണലോ ആയിട്ടുള്ള ഒരാളെ നമ്മൾ കൊണ്ടുവരണമെങ്കിൽ ആദ്യമായിട്ട് അയാൾ ഒരു ഫോൺ ചെയ്യാം, അയാളോ അയാളുമായി ബന്ധപ്പെട്ടവരോട്, ഏട്ടാ ഞങ്ങളൊരു പരിപാടിയുണ്ട്. ആയിക്കോട്ടെ, അതിപ്പോൾ സാധാരണ രീതിയിൽ എന്താണ്, ഇതിപ്പോൾ ഇൻ്റർനാഷണൽ പരിപാടിയൊന്നുമല്ല, അതൊക്കെയാണെങ്കിൽ അതിന് വേറെ ആളുകളൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ ഞാൻ വരാമല്ലോ, എനിക്ക് 1 കോടി റുപ്യാണ്, അല്ലെങ്കിൽ മൊത്തം ടീമായിട്ട് വരണമെങ്കിൽ അത് മാനേജ്മെൻറ്റായിട്ട് ബന്ധപ്പെടണം. അപ്പോൾ ഒരു പറഞ്ഞു ഞങ്ങളെ മൊത്തം ടീമായിട്ട് വരാം, 25 കോടി തന്നേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ്. ശരി സാർ, ഒന്നുകിൽ ഫുൾ ക്യാഷ് കൊടുക്കുക, അല്ലെങ്കിൽ പകുതി കൊടുക്കുക. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ശരി അത് ഞാൻ ഇപ്പോൾ നിങ്ങളാണ് സ്പോൺസർ, ഞാൻ ഒരു ഇൻ്റർനാഷണൽ ഇതാണ് ഏതോ രാജ്യത്ത് നിന്ന് വിളിക്കുന്നു, കാരണം നിങ്ങളെ പല പരിപാടിക്ക് ഞാൻ വന്ന മനുഷ്യനാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഭായി എന്താണ് ആദ്യം നിങ്ങൾ എന്താ വെച്ചാൽ തന്നേക്കേട്ടെ, ഇപ്പം എന്താ വരണ്ട് 10-ാം തീയതി കൺഫേം, ഇങ്ങനെയല്ലേ? അല്ല, അത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം. ആ സ്പോൺസറിൽ എനിക്ക് വിശ്വാസവും ആളൊരു ഉടായ്പല്ല, റെഡിയാണെന്ന് തോന്നണം. അല്ല അതും കൂടി ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിലല്ലേ അയാൾ ഫ്രീ ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് പറയണം, ഇയാളോട് പറയണം, ചേട്ടാ നിങ്ങളൊരു സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒന്ന് അറിയിക്കും, ഞങ്ങൾക്ക് ഇവിടെ ടിക്കറ്റൊക്കെ വിട്ടുപോകണ്ടേ, ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഒരു ബിസിനസ് ആണല്ലോ. അപ്പോൾ ശരി, അപ്പോൾ ഇയാൾ പറയുന്നത് കേരളത്തിൽ ഇന്ന ദിവസം ഞാൻ വരുന്നതുകൊണ്ട് ഇയാളുടെ ആ ഒരു ജെന്യൂനിറ്റിയാണ് അവിടുത്തെ കാര്യം. അപ്പോൾ അയാൾ അങ്ങനെ സമൂഹ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ പ്രസ് മീറ്റ് വെച്ചിട്ട് പറയുമ്പോൾ, ഇപ്പോൾ ഡിസംബറിൽ അയാൾ ഇന്ത്യയിൽ വരുന്നുണ്ട്, അത് അയാൾ പ്രസ് മീറ്റ് വെച്ച് കൃത്യമായിട്ട് പറഞ്ഞല്ലോ, കാരണം അയാൾക്ക് പൈസ കൊടുത്തു. ഇവിടെ കൊടുത്തോന്ന് വെച്ചാൽ എനിക്കറിയില്ല, കാരണം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും ഇങ്ങനെ ദിവസം മെസ്സി വരുമോ ഇല്ല ഇത് കേട്ട് മടുത്ത് ഞാൻ ശരിക്കും ആ മനുഷ്യനോടൊക്കെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ മെസ്സി വിവാദം, മെസ്സിയുടെ പേര് തട്ടിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ആ മനുഷ്യൻ എന്ത് പഴിച്ചു, ആ മനുഷ്യൻ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കേരളത്തിലേക്ക് വരുന്ന വിവരം ഈ മെസ്സി ആക്ച്വലി അറിഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ആ മനുഷ്യനെ കണ്ടാൽ ഞാൻ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ പേരിൽ ഇങ്ങനെ ഭയങ്കര വിവാദമാണ്, കേരളം കത്തുന്നു കുറേ വർഷങ്ങളായിട്ട്, നിങ്ങളോട് അറിയുന്നവർ പറഞ്ഞിട്ടുണ്ടല്ലോ, അയാൾ അറിഞ്ഞിരിക്കുന്നു പറയണം. ആ മനുഷ്യന് പൈസ കൊടുത്തോ ഇല്ലയോ? ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് ഞാനൊരു ജേർണലിസ്റ്റ് ആണെങ്കിൽ ഒരു ചോദ്യം ഒരു ഉത്തരം. മെസ്സി ഞങ്ങളോട് പറഞ്ഞതാ, മെസ്സി വന്നില്ലേ അർജൻറ്റീന വിവരമായി എന്നൊക്കെ സമ്മതിച്ചു, അല്ലെ അർജൻറ്റീന തീർന്ന്. മെസ്സി പറഞ്ഞു ഈ ഗ്രൗണ്ടൊന്നും പോരാ, അടിപൊളി ഗ്രൗണ്ടോട് അല്ലാത്തടത്തൊന്നും മെസ്സി വരില്ല. ഞാനിതിനെ മറുപടി പറയുന്നു, സാർ ഈ മെസ്സി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ പരിപാടി കാണുന്നവരോട് പറയും, ഇങ്ങനെ സമയമുണ്ടെങ്കിൽ നോക്ക്, കൽക്കത്തയിൽ ഇയാൾ വന്നതാണ്, ഒരു സാധാ ഗ്രൗണ്ടിൽ കളിച്ചു പോയ മനുഷ്യനാണ്, ഇയാൾക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല,
ഞാൻ മനസ്സിലാക്കുന്നതാണ് ഇതൊരു ഇൻ്റർനാഷണൽ മത്സരമല്ല. ഇൻ്റർനാഷണൽ മത്സരമാണെങ്കിൽ കുറച്ചും കൂടെ അതിന് ഇതുണ്ട് കേട്ടോ. പക്ഷേ നല്ല മത്സരം ഇയാൾ കളിച്ചിട്ടുണ്ട് കൽക്കത്തയിൽ, ഞാൻ പറഞ്ഞതിന് തെളിവുണ്ട്. അപ്പോൾ അവിടെ ഈ മെസ്സിനെ വിളിച്ച് അവർ പരിപാടി ചെയ്തപ്പോൾ ആ മനുഷ്യൻ ഒരിക്കലും വെറും സാധാരണമായിട്ടുള്ള ഒഫീഷ്യലി ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെ, സാർ ഇത്രയാണ് ഞങ്ങൾ പൈസ, അവർ പൈസ ഇട്ട് കൊടുത്തു, നോട്ട് ദ പോയിൻറ്റ്, അത് ശ്രദ്ധിക്കണം. അദ്ദേഹം വന്ന് കളിച്ചു പോയതാണ്, അല്ലാണ്ട് അവിടുത്തെ ഗ്രൗണ്ടിൻ്റെ ഗുണമൊന്നും അയാൾ നോക്കിയില്ല. അവരുടെ ടിക്കറ്റ് ഫീ കേട്ട് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് ചിരി വരും. 700, 1000, 1500 VVIPയുടെ ടിക്കറ്റ് 3890 ഒറ്റയായിരുന്നു VVIPക്ക്. അന്ന് അതിൻ്റെ സ്പോൺസറോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഉത്തരപ്പിൽ എൻ്റെ മനസ്സിലുണ്ട് കുറച്ച് വർഷം മുമ്പാ, സാർ ഞങ്ങൾ സാധാരണക്കാരെ കാണാനാണ്, അല്ലാണ്ട് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു ക്രിക്കറ്റ് ആണെങ്കിൽ അല്ല, നമ്മളിങ്ങനെ സ്ഥിരം സൂര്യകുമാർ യാദവ് വരുന്നു മറ്റൊരു വരുന്നു നോക്കരുത് സാർ, അതുപോലെയല്ല മെസ്സി വരുന്നത്. മെസ്സിൻ്റെ ആരാധകർ കണ്ടോട്ടെ, മെസ്സിൻ്റെ ആരാധകരൊക്കെ വലിയ കുടിച്ചന്മാരാണെന്നില്ലല്ലോ, അവർ കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് 4000 രൂപ പോലും ഇല്ല ഒരു. അതെ. അപ്പം നമ്മളിവിടെ കേൾക്കുന്നത് അത് തമ്മിലുള്ളൊരു കമ്പാരിസനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മെസ്സിക്ക് പൈസ കൊടുത്തോ ഇല്ലയോ? ഒരു ചോദ്യം ഒരു ഉത്തരം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും വിവാദങ്ങളുടെ ആവശ്യമുണ്ടോ?